സിവിൽ സർവീസ് പരീക്ഷയിൽ 133 റാങ്ക് നേടി തൃശൂർ ചേറ്റുപുഴ സ്വദേശി ഡോക്ടർ ശ്രീലക്ഷ്മി VC. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ RMOയാണ് ഡോക്ടർ ശ്രീലക്ഷ്മി. സിവിൽ സർവീസിനായുള്ള തൻ്റെ രണ്ടാം ശ്രമത്തിലാണ് വിജയം കരസ്ഥമാക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സിവിൽ സർവീസ് പഠനം നടത്തിയാണ് ശ്രീലക്ഷ്മി വിജയം കരഗതമാക്കിയത്. സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലം വന്നിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിലും റാങ്ക് തിളക്കമുണ്ട്. 133 റാങ്ക് നേടിയിട്ടുള്ള ഡോക്ടർ ശ്രീലക്ഷ്മിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തൃശ്ശൂരിലെ അശ്വിനി ആശുപത്രിയിലെ ഡോക്ടർ കൂടിയാണ്. ഈ ഒരു ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഈ ഒരു ഫലം വന്നപ്പോൾ നമ്മൾ ഇതിലുണ്ടാകും അല്ലെങ്കിൽ റാങ്ക് നേടുമെന്ന് നമ്മൾ കരുതിയിരുന്നു? റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു, പക്ഷേ ഇത്ര നല്ല റാങ്ക് ഉണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല. അപ്പോൾ ഇന്ന് തന്നെ ഫലം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണോ? ഇങ്ങനൊരു റാങ്കോട് കൂടി ഒരു വിജയമൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയിരുന്നോ? ഇന്ന് ലിസ്റ്റ് വരുന്ന ഒരുപാട് സോഴ്സുകളെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ റാങ്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. അത്ര ഇപ്പോൾ അശ്വിനി ആശുപത്രിയിലെ ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഈ പഠനവും അതേപോലെ തന്നെ ഈ ജോലിയും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോയിട്ടുള്ളത്? അതേപോലെ തന്നെ എത്രാമത്തെ അറ്റംപ്റ്റിലാണ് നമ്മൾ ഈ ഒരു സിവിൽ സർവീസ് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്? ഇതിൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. കഴിഞ്ഞ തവണ പ്രിലിംസ് എഴുതി, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് ഇവിടുത്തെ ഹെൽത്ത് സെൻറ്ററിലായിരുന്നു. അതിനുശേഷം റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാനിരുന്നത്. ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ അശ്വിനിയിൽ RMO ആയിട്ട് ജോലിക്ക് കയറി. അതേപോലെ തന്നെ ഈ എല്ലാവരും ഈ ഒരു സിവിൽ സർവീസ് പരീക്ഷയുടെ ഫലമൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈ പഠനക്രമമൊക്കെ എങ്ങനെയാണ്, അതൊക്കെ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ എല്ലാവരും അറിയാനായിട്ട്, അല്ലെങ്കിൽ ആ സിവിൽ സർവീസിലേക്ക് പരീക്ഷ എഴുതണം അല്ലെങ്കിൽ അവിടേക്ക് എത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പഠനം ക്രമീകരിച്ചിരുന്നത്? എങ്ങനെയൊക്കെയായിരുന്നു അവർക്ക്? എനിക്ക് പക്ഷെ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ഇല്ലായിരുന്നു. ഞാനൊരു 7 മണി ആകുമ്പോൾ പഠനം തുടങ്ങും, 11:30, 12 വരെ പഠിക്കുക. അതിൻ്റെ ഇടയിൽ ബ്രേക്കുകൾ എടുക്കുക. അതിപ്പോൾ ആൾക്കാരോട് സംസാരിക്കുക, വരയ്ക്കുക, ബുക്ക് വായിക്കുക, സോഷ്യൽ മീഡിയ നോക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ പഠിക്കുന്ന സമയം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഒരുപാട് സമയം പഠിക്കുന്നതിനേക്കാളും നമ്മൾ പഠിക്കുന്നത് നന്നായി പഠിക്കുക എന്നുള്ളൊരിതാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ പത്രം വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതായിരുന്നു കൂടുതലായിട്ട്. അതേപോലെ തന്നെ ഈ ഓൺലൈനായിട്ടാണ് പഠനമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ പോയതെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചായിരുന്നു? ഞാൻ അൺഅക്കാഡമി പറഞ്ഞ ഓൺലൈൻ മീഡിയയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അത് കാരണം എനിക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും സ്പീഡ് കുറവാണെങ്കിൽ നമുക്ക് 2x കാണാം. അതുപോലെ വേറെ എവിടെയും പോകണ്ട, അപ്പോൾ നമ്മുടെ വീടിൻ്റെ കംഫർട്ടിലിരുന്ന് പഠിക്കാം. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മോക്കുകൾ അറ്റൻഡ് ചെയ്യുക, പല സെൻറ്ററുകൾ, അതായത് ഐലേൺ, ലീഡ്, ആബ്സല്യൂട്ട്, സൈലം മുതലായ സെൻറ്ററുകളുടെ ഹെൽപ്പും തേടിയിട്ടുണ്ട്. നിലവിൽ ഡോക്ടറാണ്. ഏത് സമയം തൊട്ടാണ് ഈ ഒരു സിവിൽ സർവീസിലേക്ക് എത്തണം, അല്ലെ ആ ഒരു ജോലിയിലേക്ക്, ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തണം എന്ന ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായത്? 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് അത്ര വലിയ ആഗ്രഹമല്ലായിരുന്നു. എൻ്റെ അച്ഛന് ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാനൊരു MBBS കഴിഞ്ഞിട്ട് സിവിൽ സർവൻ്റ് കൂടി ആവണം എന്നുള്ളത്. അപ്പം അച്ഛൻ്റെ മരണശേഷം ഞാൻ കൂടുതൽ ഊർജിതമായിട്ട് അതിലേക്ക് നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ ആഗ്രഹം കൂടെ നമ്മൾ ഈ ഒരു റാങ്ക് തിളക്കത്തോടു കൂടി സാക്ഷാത്കരിച്ചിരിക്കുന്നല്ലേ? അതെ. അതേപോലെ തന്നെ ഇനിയും നമുക്ക് ഈ കൂടുതൽ ഈ പഠിച്ച കേന്ദ്രങ്ങൾ അവിടെ നിന്നുള്ള ആളുകളൊക്കെ നമ്മളെ വിളിച്ചോ, അല്ലെ ആരാണ് നമുക്ക് ഈ ഒരു പഠനത്തിലൊക്കെ സഹായിച്ചിരുന്ന ആരാണ്? ഏതെങ്കിലും സിവിൽ സർവീസ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ നമുക്ക് സഹായത്തിനുണ്ടായിരുന്നോ പഠനഘട്ടത്തിൽ? പഠനഘട്ടത്തിൽ അൺഅക്കാഡമി ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിൽ ഞാൻ അർജുൻ പാണ്ഡ്യൻ സാറിനെ പോയി കണ്ടിരുന്നു. അതുപോലെ സ്വാതി മാമിനെ, അസിസ്റ്റൻറ്റ് കളക്ടറായിരുന്നു. അതുപോലെ കണ്ണൻ ഗോപിനാഥൻ സാറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നെവിൻ കുരുവിള IPS സാറിൻ്റെയൊക്കെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതുപോലെ അവരുടെ മോക്കുകളും വൺ ഓൺ വൺ സെഷനുകളും ഹെൽപ്ഫുള്ളായിരുന്നു. നല്ല അവരുടെയൊക്കെ സഹായമൊക്കെ പഠനഘട്ടത്തിലൊക്കെ ഉണ്ടായില്ലേ? ഇൻ്റർവ്യൂവിൻ്റെ ഘട്ടത്തിലൊക്കെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ? അതെ, ഇൻ്റർവ്യൂവിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, കോൺഫിഡൻസോടുകൂടി എങ്ങനെ ഓരോ ചോദ്യങ്ങളെയും ടാക്കിൾ ചെയ്യാം എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു. തീർച്ചയായിട്ടും ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യത്തിലൊരു പ്രധാന സംഭവമുണ്ട്. അതായത് പഠിക്കുന്ന സമയത്തിലല്ല, അത് എത്ര നേരം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നോ അത് പ്രൊഡക്റ്റീവായിട്ട് ആ സമയത്തെ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുതിയ തലമുറയൊക്കെ അവരൊക്കെ ഈ ഒരു സിവിൽ സർവീസ് മേഖലയിലേക്കൊക്കെ കടന്നു വരണം, അവരുടെ ആഗ്രഹങ്ങൾക്ക് ചിറക് മുളപ്പിക്കണം എന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. ക്യാമറമാൻ VN മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.